إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് ആദ്യമായി എന്നോട് ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഒരേ ഒരു ദീൻ ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അരികിൽ ദീൻ എന്നാൽ ഇസ്ലാം മാത്രമാണ്. ആ ഇസ്ലാമിനെ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാരായ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതുപോലെ, ആ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെയാണ് ആ ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനാണ് മൻഹജു സലഫ്, അസ്സലഫിയ്യ എന്ന് പേര് വിളിക്കപ്പെടുന്നത്. അതല്ലാതെ മൻഹജു സലഫ്, സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇസമല്ല, ഒരു പുതിയ പുത്തൻവാദമല്ല, 4 മദ്ഹബിന് ശേഷം വന്ന ഒരു പുതിയ അഞ്ചാമതൊരു മദ്ഹബല്ല. സലഫിയത്ത് എന്നാൽ ദീനുല്ലാഹിൽ ഹഖ്, അല്ലാഹുവിന്റെ യഥാർത്ഥ ദീൻ. അതിനാണ് സലഫിയത്ത്, മൻഹജു സലഫ് എന്നിങ്ങനെ പറയാറുള്ളത്. ഈ മൻഹജു സലഫിന്, അല്ലാഹുവിന്റെ യഥാർത്ഥ ദീനിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിയാൽ യഥാർത്ഥ ദീനിന്റെ വക്താക്കൾ ആരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഓരോ ആളുകളും അവകാശപ്പെടുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ദീനിന്റെ ആളുകൾ, ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ അവകാശികൾ എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ അവകാശപ്പെടുന്ന ആളുകൾക്കിടയിൽ എങ്ങനെയാണ് സത്യം കണ്ടെത്തുക എന്നുള്ളത് പലപ്പോഴും പ്രയാസം അവർ പറയാറുണ്ട്.
എന്നാൽ സഹോദരങ്ങൾ, ഈ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരാണ് യഥാർത്ഥ ദീനിന്റെ ആളുകൾ എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ദീനിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം, സലഫിയത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം കിതാബും സുന്നത്തുമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് എങ്ങനെ പഠിപ്പിച്ചു നൽകിയോ, ആ സ്വഹാബികൾ എങ്ങനെ ദീനിനെ മനസ്സിലാക്കിയോ അതുപോലെ ദീൻ മനസ്സിലാക്കുക, അതുപോലെ ദീൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിൽ ഒരുപാട് ആളുകൾ പിഴച്ചുപോയിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് ഹദീസ് വേണ്ട, സുന്നത്ത് വേണ്ട, ഖുർആൻ മാത്രം മതി. അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് തന്നെ താക്കീത് നൽകിയിട്ടുണ്ട്. ചില ആളുകൾ വരും, അവർ വന്നിട്ട് പറയും ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഖുർആനുണ്ട്, ഖുർആനിൽ എന്താണോ ഹലാൽ അത് നമുക്ക് ഹലാലാക്കാം, ഖുർആനിൽ എന്താണോ ഹറാം അത് നമുക്ക് ഹറാമാക്കാം, ഹദീസിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക്, ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകൾ, ഹദീസിനെ തള്ളുന്ന ആളുകൾ, സ്വഹീഹായ ഹദീസുകളെ അതിനെ സ്വീകരിക്കാത്ത ആളുകൾ, ഇനി ഖുർആനും ഹദീസ്. എന്നാൽ സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ അതിന്റെ ആവശ്യമില്ല. കാരണം സ്വഹാബത്ത് ജീവിച്ചത് 1400 വർഷങ്ങൾക്ക് മുൻപാണ്. അവര് മനസ്സിലാക്കിയതുപോലെ ഇപ്പോൾ ദീൻ മനസ്സിലാക്കിയാൽ അത് ശരിയാവുകയില്ല. ഇന്ന് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്ന രൂപത്തിൽ, നമ്മൾ മനസ്സിലാക്കുന്ന രൂപത്തിലാണ് ദീൻ മനസ്സിലാക്കേണ്ടത് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ പിഴച്ച വാദങ്ങളാണ്. എന്നാൽ സത്യമായ ദീനിന്റെ സലഫിയത്തിന്റെ അടിസ്ഥാനമെന്നാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുകയും ആ ഖുർആനിനെയും സുന്നത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ പഠിക്കുകയും അതുപോലെ മനസ്സിലാക്കുകയും സ്വഹാബികൾ എങ്ങനെയാണോ അത് നമുക്ക് കാണിച്ചു തന്നത് അത് അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സ്വഹാബികളുടെ മാർഗമല്ലാത്തൊരു മാർഗം പിന്തുടരുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചിട്ടുണ്ട്. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. ആരാണോ അല്ലാഹുവിന്റെ റസൂലിനെ എതിരിടുന്നത്, അവന് സത്യം വ്യക്തമായതിനു ശേഷവും അള്ളാഹുവിന്റെ റസൂലിനെ അവനെ എതിരിട്ടു, വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്തു. ആരാണ് ആ മുഅ്മിനീങ്ങൾ? ആ മുഅ്മിനീങ്ങളിൽ ഒന്നാമത് ഉൾപ്പെടുക സ്വഹാബത്താണ്. ആ സ്വഹാബത്തിന്റെ മാർഗമല്ലാത്തത് പിന്തുടരുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചു. എന്താണ് ആക്ഷേപം? നുവല്ലിഹി മാ തവല്ല, അവൻ എവിടേക്കാണോ തിരിഞ്ഞത് അവിടേക്ക് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിടും. വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലിട്ട് നാം കരിച്ചു കളയും. വസാഅത് മസീറ, അതെത്ര മോശമായ സങ്കേതം. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ ആ മാർഗത്തെ പിന്തുടരാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരിടുന്ന ആളുകൾക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു താക്കീത് ചെയ്യുകയാണ്. അല്ലാഹു പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ വിശ്വസിക്കുകയാണ് എങ്കിൽ അവർ വിശ്വസിച്ചതുപോലെ. ആരാണവർ? സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആദ്യമായി ദീൻ കേട്ടുപഠിച്ച സ്വഹാബത്ത് അവർ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ ഹിദായത്തിൽ പ്രാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ നോക്കൂ, ഹിദായത്തിനുള്ള അടിസ്ഥാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സ്വഹാബികൾ അവർ മനസ്സിലാക്കിയതുപോലെ, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ
ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ കാണും. ആ സന്ദർഭത്തിൽ ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദുകളായ സഹാബികളുടെ സുന്നത്തിനെ, മാർഗത്തിനെ പിന്തുടരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് സലഫുസ് സാലിഹീങ്ങൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർ ദീൻ ഉൾക്കൊണ്ടതുപോലെ, അവർ ദീൻ പ്രാവർത്തികമാക്കിയതുപോലെ അവരുടെ മാർഗം പിന്തുടരുക എന്നുള്ളതാണ് ദീനിന്റെ ഒന്നാമത്തെ അടിസ്ഥാനം. സലഫുസ് സാലിഹീങ്ങൾ എന്ന് പറയുമ്പോൾ സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അടങ്ങുന്ന ഉത്തമരായ 3 തലമുറകൾ, അവരാണ് സലഫുസ് സാലിഹീങ്ങൾ. അവരുടെ പാത പിന്തുടരുക എന്നുള്ളതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തെ അടിസ്ഥാനം, സത്യത്തിന്റെ ആളുകളുടെ രണ്ടാമത്തെ വിശേഷണമെന്നാൽ അവർ ഈ ഉമ്മത്തിൽ തൗഹീദ് സ്ഥാപിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളുകളാണ്. അതോടൊപ്പം ഈ ഉമ്മത്തിനെ ശിർക്കിന്റെ കറകളിൽ നിന്ന്, വകഭേദങ്ങളിൽ നിന്ന്, ശിർക്കിന്റെ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുവാൻ അങ്ങേയറ്റം പണിയെടുക്കുന്നവരാണ് ഈ ദീനിന്റെ ആളുകൾ. ഈ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് തൗഹീദ് സ്ഥാപിക്കുക, ശിർക്കിൽ നിന്ന് ആളുകളെ എതിർക്കുക എന്നുള്ളത്. അതാണ് പ്രവാചകന്മാരുടെ പ്രബോധനം, അതാണ് യഥാർത്ഥ മാർഗം, അതാണ് പ്രവാചകന്മാരുടെ ചര്യ. അല്ലാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ നാം അയച്ചത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ദുർമൂർത്തികളെയും നിങ്ങൾ അകറ്റി നിർത്തണം എന്ന് പ്രബോധനം ചെയ്യുവാനാണ് സകല പ്രവാചകന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ബിദ്അത്തിനെ വിലക്കുന്ന ആളുകളായിരിക്കും അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ദീനിലേക്ക് പുതുതായി കൊണ്ടുവന്ന പുത്തനാചാരങ്ങൾ, പുതിയ ആശയങ്ങൾ, അതിനെ വിലക്കുകയും ഈ ദീനിന്റെ യഥാർത്ഥ അറിവിനെ, തനതായ ആശയത്തെ മറ്റെല്ലാ തരത്തിലുള്ള കലർപ്പുകളിൽ നിന്നും വഴികേടുകളിൽ നിന്നും സംരക്ഷിക്കുന്നവരായിരിക്കും യഥാർത്ഥ ദീനിന്റെ ആളുകൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ പരിമിതപ്പെടുവാൻ സമൂഹത്തിന് അവരെ കൽപ്പിച്ചുകൊണ്ടിരിക്കും. സമൂഹത്തിൽ നടമാടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, അതിനെതിരെ ശക്തമായവർ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഹ്മിലു ഹാദൽ ഇൽമ മിൻ കുല്ലി ഖലഫിൻ ഉദൂലുഹു യൻഫൂന അൻഹു തഹരീഫൽ ഗാലീൻ വൻതിഹാലൽ മുബ്തിലീൻ വതഅ്വീലൽ ജാഹിലീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വരുന്ന ഓരോ തലമുറകളിലും ഈ ദീനിനെ സംരക്ഷിക്കുവാൻ ചില ആളുകൾ ഉണ്ടായിരിക്കും. അവർ ഈ ദീനിനെ സംരക്ഷിക്കും. വിഡ്ഢികളായ പാമരന്മാരായ നേതാക്കന്മാരുടെ വഴികേടുകളിൽ നിന്ന്, അതുപോലെ തന്നെ വഴിവഴപ്പിക്കുന്ന പ്രബോധകന്മാരിൽ നിന്ന് അതിരുകവിഞ്ഞ് ഈ ദീനിനെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന അഇമ്മത്തുകളിൽ നിന്ന് ഈ ദീനിനെ സംരക്ഷിക്കുവാൻ, ഈ ദീനിന്റെ തനതായ ആദർശത്തെയും അറിവിനെയും സംരക്ഷിക്കുവാൻ ഓരോ സമൂഹത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദൂലുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ അതേപടി ആ ദീനിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. സുന്നത്തിനെ സംരക്ഷിക്കുക, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളെ സ്ഥിരപ്പെടാത്ത ഹദീസുകളിൽ നിന്ന് സംരക്ഷിക്കുക, സുന്നത്തിനെ ബിദ്അത്തുകളിൽ നിന്നും ആളുകൾക്ക് വേർതിരിച്ചു കൊടുക്കുക, തൗഹീദിനെ സ്ഥാപിക്കുകയും ശിർക്കിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് സലഫി ദഅവത്തിന്റെ, ഇസ്ലാമിക ദഅവത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ്. അതാണ് രണ്ടാമത്തെ വിശേഷണം. മൂന്നാമത്തെ വിശേഷണം, സഹോദരങ്ങളെ, അവർ ഈ സമൂഹത്തിനെ യഥാർത്ഥ രൂപത്തിൽ ചിട്ടയോടുകൂടി തർബിയത്ത് നടത്തുന്ന ആളുകളായിരിക്കും.
അവർക്ക് ഖുർആനും സുന്നത്തും പടിപടിയായി പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളായിരിക്കും. അവരെ ദീൻ പഠിക്കുന്നതിനു വേണ്ടി ധാരാളം പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിരിക്കും. ദീൻ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ, സുന്നത്തിനെ പഠിക്കാൻ, അങ്ങനെ ആ ഒരു ദീനീ പഠന രംഗത്ത് മികച്ച രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന ആളുകളായിരിക്കും ഈ സത്യപ്രബോധനത്തിന്റെ വക്താക്കൾ. ഈ ദഅവത്തിന്റെ മൂന്നാമത്തെ വിശേഷണം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നഷ്ടം പറ്റാത്ത യഥാർത്ഥ വിജയിക്കുന്ന ആളുകൾ, അവരുടെ വിശേഷണം എന്താ? വതവാസൗ ബിൽ ഹഖ്, അവർ പരസ്പരം സത്യം കൊണ്ട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകളായിരിക്കും. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ പരസ്പരം ഉപദേശിക്കുന്ന ആളുകളായിരിക്കും. ദീൻ പഠിക്കുന്നതിനു വേണ്ടി, അത് പാലിക്കുന്നതിനു വേണ്ടി, ഇസ്ലാമിന്റെ നല്ല നല്ല നന്മകൾ, ഇസ്ലാമിലെ നല്ല നല്ല മര്യാദകൾ ആ ഒരു രൂപത്തിൽ ഉമ്മത്തിനെ തർബിയത്ത് കൊണ്ട് വളർത്തിയെടുക്കുന്ന ആളുകളായിരിക്കും അവർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അല്ലാഹു പറഞ്ഞു, വലാകിൻ കൂനു റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുൻതും തദ്റുസൂൻ. നിങ്ങൾ ഖുർആൻ അത് പഠിപ്പിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി മാറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണുവാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നന്മ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ അവഗാഹം കൊടുക്കുമെന്നുള്ളതാണ്. സലഫി ദഅവത്തിന്റെ, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ടതാണ് സമൂഹത്തിലെ ആളുകളെ ദീൻ പഠിപ്പിക്കുന്നതിനു വേണ്ടി പ്രേരിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം, അവർ പക്ഷപാതിത്വത്തിനും കക്ഷിത്വത്തിനും എതിരായിരിക്കും. പക്ഷപാതിത്വമോ കക്ഷിത്വമോ ഭിന്നതയോ പ്രോത്സാഹിപ്പിക്കുകയില്ല. കാരണം അത് ഈ ഉമ്മത്തിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രോഗമാണ്. കക്ഷിത്വം, ഭിന്നത, ഛിദ്രത, അതുപോലെ തന്നെ ഐക്യമില്ലായ്മ, പക്ഷപാതിത്വം, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഈ ഉമ്മത്തിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അപകടമാണ്. മാത്രമല്ല, യഥാർത്ഥ ഇസ്ലാമിക സാഹോദര്യത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ തെറ്റിച്ചു കളയുന്ന കാര്യവുമാണ്. ഏതെങ്കിലും മദ്ഹബിന്റെ കാര്യത്തിൽ, മദ്ഹബിന്റെ പേരിൽ പക്ഷപാതിത്വം കാണിക്കുക, ഏതെങ്കിലും ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ പക്ഷപാതിത്വം കാണിക്കുക, ഏതെങ്കിലും വ്യക്തികളുടെ കാര്യത്തിൽ പക്ഷപാതിത്വം കാണിക്കുക. അങ്ങനെ ഇസ്ലാമിക സാഹോദര്യം, യഥാർത്ഥ രീതിയിലുള്ള ഇസ്ലാമിക സാഹോദര്യം മുസ്ലിമീങ്ങളിൽ നിന്ന് വിദൂരമായി പോകുന്ന ഒരവസ്ഥ. ഇത് അപകടകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബിലിൽ, അതിനെ നിങ്ങൾ ഒരുമിച്ചുകൊണ്ട് മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്. വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷവും ദീനിന്റെ കാര്യത്തിൽ ഭിന്നിച്ചു പോകുന്ന ആളുകളിൽ നിങ്ങൾ ഉൾപ്പെട്ടു പോകുവാൻ പാടില്ല. ലാ തജഅലു ലാ തകൂനു ബഅദി കുഫാറ യദ്രിബു ബഅദകും റിഖാബ ബഅദ്. എനിക്ക് ശേഷം നിങ്ങൾ പരസ്പരം കലഹിക്കുന്ന കുഫാറുകളെ പോലെ ആയിത്തീരുവാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉമ്മത്തിനെ ഐക്യത്തിലേക്ക് നയിക്കുകയും പക്ഷപാതിത്വങ്ങളിൽ നിന്നും ഭിന്നതകളിൽ നിന്നും കക്ഷിത്വങ്ങളിൽ നിന്നും ഉമ്മത്തിനെ വിലക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും യഥാർത്ഥ ദീനിന്റെ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തൊരു കാര്യം, അവർ ഭരണാധികാരികൾക്കെതിരെ, ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ സമൂഹത്തിലെ ആളുകളെ ഇളക്കിവിടുകയില്ല. മുസ്ലിമീങ്ങളെ ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരിൽ
അവർ അഴിച്ചുവിടുകയില്ല. അവർക്കെതിരിൽ വിപ്ലവങ്ങൾ നടത്തുന്നതിനു വേണ്ടി, അവർക്കെതിരിൽ പ്രക്ഷോഭങ്ങൾ നടത്തുന്നതിനു വേണ്ടി, ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നതിനു വേണ്ടി ഈ സമൂഹത്തിലെ ആളുകളെ അവർ എന്ത് ചെയ്യൂല? അവർ തിരിച്ചുവിടുകയില്ല. അവരെ ഭരണാധികാരികൾക്കെതിരിൽ ഇളക്കിവിടുകയില്ല എന്നുള്ളത് ഈ പ്രബോധനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമല്ല. മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ, ഇസ്ലാമിക ഭരണം നിലവിലുള്ള രാജ്യങ്ങൾക്കെതിരിൽ പ്രക്ഷോഭങ്ങൾ നടത്തുക, വിപ്ലവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസുകളിൽ കാണാൻ സാധിക്കും, ആർക്കെങ്കിലും ഇത്തരം ഭരണാധികാരികളെ ഉപദേശിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അവര് മിമ്പറുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും കോൺഫറൻസുകളിലോ ഒരുമിച്ച് കൂടി അങ്ങനെ ആക്ഷേപിക്കുകയല്ല വേണ്ടത്. മറിച്ച് അവൻ ആ ഭരണാധികാരിയുടെ കൈ പിടിക്കട്ടെ, എന്നിട്ട് രഹസ്യമായി അവൻ അത് ഉപദേശിച്ചു കൊടുക്കട്ടെ. ആ ഭരണാധികാരി അവന്റെ ഉപദേശം സ്വീകരിച്ചാൽ അത് വലിയ ഖൈറാണ്. ഇനി ഭരണാധികാരി ആ ഉപദേശം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ തന്റെ ബാധ്യത നിർവഹിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. ഭരണാധികാരികളെ, ഇസ്ലാമിക ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അടിസ്ഥാനം. അതല്ലാതെ അവർക്കെതിരിൽ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതല്ല, അവർക്കെതിരിൽ മുസ്ലിമീങ്ങളെ ഇളക്കിവിടുക എന്നുള്ളതല്ല ഇസ്ലാം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്മഅ വഅതി ഫീ ഉസ്രിക വയുസ്രിക വമൻ ശതിക വമക്റഹിക. നിന്റെ നല്ല കാലത്തിലും നിനക്ക് പ്രയാസമുള്ളപ്പോഴും നിന്നെ ഭരണാധികാരി അംഗീകരിച്ചാലും നിന്നെ പ്രയാസപ്പെടുത്തിയാലും നിന്നെ ഉപദ്രവിച്ചാലും നിന്റെ അവകാശങ്ങൾ ഭരണാധികാരി തടഞ്ഞു വെച്ചാലും നീ ആ ഭരണാധികാരിക്ക് കീഴൊതുങ്ങുകയും അയാളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അടിസ്ഥാനം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. സഹോദരങ്ങൾ, ഈ അടിസ്ഥാനങ്ങളും പാലിക്കുക. ഈ ഉമ്മത്തിൽ, മുസ്ലിം ഉമ്മത്തിൽ നന്മയും തൗഹീദും സുന്നത്തും അതുപോലെ തന്നെ ബിദ്അത്തിനെതിരെയുള്ള വെറുപ്പും ശിർക്കിനെതിരെയുള്ള വെറുപ്പും അത് പഠിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ഇസ്ലാമികമായ രീതിയിൽ വളർത്തിയെടുക്കുവാൻ, അറിവ് പഠിപ്പിച്ചുകൊണ്ട് അറിവിന്റെ രീതിയിൽ ഈ ഉമ്മത്തിനെ വളർത്തിയെടുക്കുവാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക അങ്ങനെയാണ്. ഈ ഇസ്ലാം അത് പ്രചരിക്കുക അങ്ങനെയാണ്. കിതാബും സുന്നത്തും അവരെ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കിതാബും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, ഇസ്ലാമിന്റെ നല്ല നല്ല നന്മകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഉമ്മത്തിൽ, ഈ സമൂഹത്തിൽ ഇസ്ലാമിനെ വ്യാപിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും മേൽ ബാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ. ഈ 4 അടിസ്ഥാനങ്ങൾ, ഈ 5 അടിസ്ഥാനങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സത്യം ഒരാൾക്ക് മനസ്സിലാക്കുവാൻ ഒരുപാട് കക്ഷികളുള്ളപ്പോൾ ഈ കക്ഷികൾക്കിടയിൽ നിന്ന് ഇസ്ലാമിനെ, യഥാർത്ഥ ദീനായ സലഫിയത്തിനെ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നാം പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങൾക്ക് വിപരീതമായി സഞ്ചരിക്കുന്ന ആളുകൾ, കക്ഷികൾ, ഗ്രൂപ്പുകൾ, വ്യക്തികൾ അവർ പിഴച്ച ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. അവർ യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളല്ല. അവർ വാദിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർ ഇസ്ലാമിന്റെ ആളുകളല്ല എന്ന് മനസ്സിലാക്കുക. ഈ അടിസ്ഥാനങ്ങൾ ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് പണ്ഡിതന്മാർ വിവരിച്ച കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീനിൽ നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. Alhamdulillah rabbil alamin wassalatu wassalamu ala rasulihil amin wa ala alihi wa ashabihi ajma'in amma ba'd. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. ഇസ്ലാമിൽ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് ദീൻ പഠിക്കുക,
അത് പഠിക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുക, ആ ദീനീ സദസ്സുകളിൽ പങ്കെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരാണോ ദീൻ പഠിച്ചുകൊണ്ടൊരു വഴിയിൽ പ്രവേശിക്കുന്നത്, ദീൻ പഠിക്കുന്നതിനു വേണ്ടി, ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു വഴിയിൽ പ്രവേശിക്കുന്നത്, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്, അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി അത് എളുപ്പമാക്കി നൽകും. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഒരുപാട് അധ്വാനങ്ങൾ ആവശ്യമായ കാര്യമാണ്. എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുപാട് എളുപ്പവഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അറിവ് പഠിക്കുന്നതിനു വേണ്ടി, ദീൻ പഠിക്കുന്നതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത്. നോക്കൂ, ദീൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ മതി, പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ദീൻ പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്നുള്ളതാണ്. ദീൻ പഠിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഒരുമിച്ചിരിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈതിൻ മിൻ ബുയൂതില്ലാഹി യത്ലൂന കിതാബല്ലാഹ് വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയത്ഹുമുർ റഹ്മ വഹഫത്ഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ. ദീൻ പഠിക്കുന്നതിന് വേണ്ടി കുറച്ച് ആളുകൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയാൽ, എന്നിട്ട് അവർ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്താൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം അവർക്ക് വർഷിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അവരെ വലയം ചെയ്യും. അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ അവരെ പൊതിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് മലക്കുകൾക്കിടയിൽ പുകഴ്ത്തി പറയുകയും ചെയ്യും. എത്ര വലിയ ശ്രേഷ്ഠതയാണ്. അപ്പൊ ദീൻ പഠിക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുക, ദീനീ സദസ്സുകളിൽ സന്നിഹിതരാവുക എന്നുള്ളത് ഈമാനിൽ വർധന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ഈമാൻ വർദ്ധിക്കുകയും അത് കുറഞ്ഞു പോവുകയും ചെയ്യും. ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ദീനീ സദസ്സുകളിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിലൂടെ ഈമാൻ വർദ്ധിക്കും. സഹാബികൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ പറയും, തആലൗ നസ്ദാദു ഈമാന, വരൂ നമുക്ക് കുറച്ചേരം ഈമാൻ വർദ്ധിപ്പിക്കാം. ഹലുമ്മു നസ്ദദ് ഈമാന, വരൂ നമുക്ക് കുറച്ചു നേരം ഈമാൻ വർദ്ധിപ്പിക്കാം. തആലൗ നുമിൻ സാഅ, വരൂ നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം. അങ്ങനെ സലഫു സാലിഹീങ്ങൾ അവർ ഒരുപാട് ഇങ്ങനെ സ്വഹാബികൾക്കിടയിൽ പറഞ്ഞ് കൂടിയിരുന്ന് ദീനിനെ കുറിച്ച് ചർച്ച ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങൾ, ദീനീ സദസ്സുകൾ അതൊരു ഗനീമത്താണ്, ഗനീമത്ത് സ്വത്താണ്. വളരെ വിശിഷ്ടമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാനമാണ്. ദീൻ പഠിക്കുന്നതിന് വേണ്ടി, ദീൻ കേൾക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുക, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ കൂടിയിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെ ഒരു ദീനീ സദസ്സ് സംഘടിപ്പിക്കപ്പെടുകയാണ്. ദീൻ കേൾക്കുന്നതിനു വേണ്ടി, ദീൻ പഠിക്കുന്നതിനു വേണ്ടി, ഈമാൻ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പരമാവധി എല്ലാ ആളുകളും ആ സദസ്സിനെ ഉപയോഗപ്പെടുത്തണം. അതിൽ ചർച്ച ചെയ്യുന്ന ദീനിയായ കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് പ്രാർത്ഥന, ദുആ എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമു ഇൻദല്ലാഹി മിനദ് ദുആ. ദുആഇനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ആദരണീയമായ മറ്റൊന്നുമില്ല. ആ ദുആവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്ന മദീനയിലെ പണ്ഡിതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയിൽ
അധ്യാപകനായിരുന്ന, ഇന്നും മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിക വിശ്വാസത്തിന്റെ കാര്യത്തിൽ അഗ്രഗണ്യനായ പണ്ഡിതനായ ഷെയ്ഖ് സാലിഹ് ഇബ്നു അബ്ദുൽ അസീസ് സിന്ധി ഹഫിദഹുല്ലാഹ് അദ്ദേഹം ക്രോഡീകരിച്ച ചില കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്ന ദർസിൽ വിശദീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഹൃദയം ശുദ്ധീകരിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദീനീ സദസ് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഒരുപാട് നേട്ടങ്ങളുള്ള, ഈമാനിൽ വർധനവ് ലഭിക്കാൻ കാരണമാകുന്ന ഇത്തരം സദസ്സുകൾ അത് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ വലിയ ഖൈറുകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാന്മാരെ സ്വഹാബികൾ ദീൻ പഠിക്കുന്നതിന് വേണ്ടി, ദീൻ കേൾക്കുന്നതിന് വേണ്ടി മാസങ്ങളോളം, വർഷങ്ങളോളം യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, നമ്മുടെ അയൽപക്കങ്ങളിൽ അത്തരം സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് വലിയ ഖേദകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ അനുഗ്രഹമാണ് ഈ കാലഘട്ടങ്ങളിൽ അറിവ് പഠിക്കാനോ ദീൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ എളുപ്പമാക്കി നൽകി എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഇത്രയൊക്കെ എളുപ്പമാക്കിയിട്ടും അതിന് നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ, നമ്മുടെ തൊട്ടടുത്ത് ഇത്തരം അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ഇത്രയും ആയുസ് ലഭിച്ചിട്ട് ആ ആയുസ് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? എന്താണ് നീ പഠിച്ചത്? അതിനനുസരിച്ച് എന്താണ് നീ പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയും ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ സാധിക്കാത്തൊരു ദിവസം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം സദസ്സുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതിന്റെ വില നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.